നമസ്കാരം. ചാനൽ മൂവാറ്റുപുഴയിലേക്ക് സ്വാഗതം. വയോജന നിയമപരിപാലനത്തിന്റെ അനിവാര്യത നാടകത്തിലൂടെ അവതരിപ്പിച്ച് ലീഗൽ സർവീസസ് അതോറിറ്റി. ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിക്ക് വേണ്ടി മൂവാറ്റുപുഴ താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റിയാണ് അഭിഭാഷകരുടെയും കോടതി ജീവനക്കാരുടെയും നേതൃത്വത്തിൽ നാടകവും കലാജാഥയും അവതരിപ്പിച്ചത്. വയോനന്മ പദ്ധതിയുടെ ഭാഗമായി തയ്യാറാക്കിയ നാടകം വിവിധ വേദികളിൽ അവതരിപ്പിച്ചു. സ്വത്തുക്കൾ എഴുതി വാങ്ങി മക്കൾ ഉപേക്ഷിച്ച വൃദ്ധനെ നിയമസഹായത്തിലൂടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്നതാണ് നാടകത്തിന്റെ കഥ. മകൻ മനസ്സുമാറി അച്ഛനെ സ്വീകരിക്കാൻ തയ്യാറാകുമ്പോഴേക്കും അച്ഛൻ ജീവിതത്തോട് വിട പറയുന്നു. കാതോർത്തിരിക്കുന്നു. ഞാൻ രാവിലെ പുട്ടും പഴവും കഴിച്ചു. ഇനി ഉച്ചയ്ക്ക് ചോറുണ്ടു, പിന്നെ പത്രം വായിക്കും, പിന്നെ ആരോടെങ്കിലുമൊക്കെ അങ്ങ് മിണ്ടും. അല്ലാതെ ഈ വയസ്സിൽ എന്ത് വിശേഷമാ പോലെ ഉള്ളത്? സാർ, ഞങ്ങൾക്കറിയേണ്ടത് അങ്ങേ തെരുവിലേക്ക് തള്ളിയ മക്കളുടെ ഞെട്ടിക്കുന്ന പ്രവൃത്തിയെ കുറിച്ചാണ്. സാമൂഹ്യക്ഷേമ പെൻഷൻ അത് ഇതുവരെയും അച്ഛന്റെ കയ്യിൽ കിട്ടിയിട്ടില്ല എന്ന് ഞങ്ങൾക്കറിയാം. അതിനുള്ള അന്വേഷണവും താങ്കൾക്കുള്ള പണിയും വേറെ വരുന്നുണ്ട് മിസ്റ്റർ. സാർ അതിലേക്കൊന്നും കടക്കേണ്ടതില്ല സാർ. സഹോദര, ഞാനൊന്ന് ചോദിക്കട്ടെ, താങ്കളുടെ മക്കൾക്ക് പോലും ചെയ്യണം, അങ്ങനെ ഞാൻ കുറച്ച് തിരക്കിലാണ്. അതേപോലെ മുത്തച്ഛനാണ്. ഹലോ മുത്തച്ഛ. ആരാ അത്? സേതുമോളാണോ? കുട്ടി കാന്താരി. നിയമസഹായം, നടപടികൾ, കൗൺസിലിംഗ് എന്നിവ നാടകത്തിലൂടെ അറിയിക്കാൻ സാധിക്കുമെന്ന് രചനയും സംവിധാനവും നിർവഹിച്ച അഡ്വക്കേറ്റ് പ്രവീൺ പി മണപ്പാട്ട് പറഞ്ഞു. ഒന്ന്, വയോജനങ്ങൾക്ക് എതിരെയുള്ള ചൂഷണങ്ങൾ നേരിടുന്നതിനും അവർക്ക് അർഹമായ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനും അവരെ സംരക്ഷിക്കുന്ന അതിശക്തമായൊരു നിയമമാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഒരു അവബോധം ജനങ്ങളുടെ ഇടയിൽ സൃഷ്ടിക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ പരമപ്രധാനമായ ലക്ഷ്യം. അതോടൊപ്പം തന്നെ ലീഗൽ സർവീസസ് അതോറിറ്റി സമൂഹത്തിലെ അശരണരും താഴെക്കിടയിലുമുള്ള അർഹതപ്പെട്ട എല്ലാവർക്കും സൗജന്യമായിട്ടുള്ള നിയമസഹായങ്ങളും സേവനങ്ങളും ചെയ്യുന്ന ഒരു സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റിയാണ്. അപ്പോൾ ഈ അതോറിറ്റിയുടെ ലക്ഷ്യങ്ങളെക്കുറിച്ചും അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ജനങ്ങളിലേക്ക് എത്തിക്കുക. മൂന്നാമതായി, നാടകമെന്ന കലാരൂപം സമൂഹത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. ഞങ്ങളിലൂടെ ആ നാടക പ്രസ്ഥാനത്തിന് ഒരു എളിയ സംഭാവന നൽകാൻ കഴിഞ്ഞുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതിൻ്റെ തെളിവായിട്ടാണ് ഈ നാടകത്തിന് ലഭിച്ച സ്വീകരണവും. പ്രത്യേകിച്ചും നാടകത്തിലെ വൃദ്ധ കഥാപാത്രത്തെ അഭിനയിച്ച സിബി പൂനാട്ട് വളരെ ജീവിതഗന്ധിയായി തന്നെ ആ കഥാപാത്രം അവതരിപ്പിച്ചു. കണയന്നൂർ താലൂക്കിൽ തുടക്കമിട്ട നാടകം 6 താലൂക്കുകളിൽ അവതരിപ്പിച്ചു. 2007 നിലവിൽ വന്ന മുതിർന്ന പൗരന്മാരുടെ ക്ഷേമവും പരിപാലനവും, നിയമത്തിന്റെ ലക്ഷ്യങ്ങൾ, വയോജനങ്ങളുടെ അവകാശങ്ങൾ ലംഘിച്ചാലുള്ള ശിക്ഷകൾ, ലീഗൽ സർവീസസ് അതോറിറ്റി നൽകുന്ന സേവനങ്ങൾ തുടങ്ങിയവയും നാടകത്തിലൂടെ അവതരിപ്പിക്കുന്നുണ്ട്. അഭിഭാഷകരായ KO ഏലിയാസ്, പുരുഷോത്തമൻ പിള്ള, ഉമാ മഹേശ്വരി, മുഹമ്മദ് ഹസൻ ബാവ, താലൂക്ക് ലീഗൽ സെൽ സെക്രട്ടറി VV ശ്യാം, പാരാലീഗൽ വോളണ്ടിയർമാരായ ലാലി ഷൈജു, OC ഏലിയാസ്, 4ാം ക്ലാസ് വിദ്യാർത്ഥിനി കുമാരി സേതു പാർവതി, പ്രദീപ് എന്നിവരാണ് വേഷമിട്ടത്. അജി അനിരുദ്ധൻ, സാലി റാവുത്തർ എന്നിവരെഴുതിയ ഗാനങ്ങൾ പോൾസൺ ജോൺ, മാഹിൻ P ബഷീർ എന്നിവർ പാടി. അഡ്വക്കേറ്റ് MS അജിത്താണ് കോർഡിനേറ്റർ. കണയന്നൂർ താലൂക്കിൽ വയോനന്മ ചെയർമാൻ ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് മുരളി പുരുഷോത്തമൻ ആദ്യ അവതരണം ഉദ്ഘാടനം ചെയ്തു. കേരള ലീഗൽ സർവീസസ് അതോറിറ്റി മെമ്പർ സെക്രട്ടറി ജില്ലാ ജഡ്ജി CS മോഹിത് അധ്യക്ഷത വഹിച്ചു. ജില്ലാ ലീഗൽ സർവീസസ് ചെയർപേഴ്സൺ പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജ് ഹണിയം വർഗീസ് സന്ദേശം നൽകി. ജില്ലാ ലീഗൽ സർവീസസ് സെക്രട്ടറി സബ് ജഡ്ജ് RR രജിത ഫ്ലാഗ് ഓഫ് ചെയ്തു. നാടകവും കലാജാഥയും മൂവാറ്റുപുഴയിൽ സമാപിച്ചു. സമാപന യോഗം മൂവാറ്റുപുഴ താലൂക്ക് സർവീസ് കമ്മിറ്റി ചെയർമാൻ ജില്ലാ ജഡ്ജ് G മഹേഷ് ഉദ്ഘാടനം ചെയ്തു. മൂവാറ്റുപുഴ അഡീഷണൽ ജില്ലാ ജഡ്ജ് ടോമി വർഗീസ്, ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസ് വർഗീസ് എന്നിവർ സംബന്ധിച്ചു. പെരുമ്പാവൂരിൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് KJ ശരത് കുമാർ, കുറുപ്പമ്പടിയിൽ കുന്നത്തനാട് ലീഗൽ സർവീസസ് കമ്മിറ്റി ചെയർപേഴ്സൺ ജില്ലാ ജഡ്ജ് സ്മിത ജോർജ്, വടക്കൻ പറവൂർ കച്ചേരി മൈതാനിയിൽ താലൂക്ക് ലീഗൽ സർവീസസ് അതോറിറ്റി ചെയർപേഴ്സൺ അഡീഷണൽ ജില്ലാ ജഡ്ജ് V ജ്യോതി എന്നിവർ ഉദ്ഘാടനം ചെയ്തു. ടീം ചാനൽ മൂവാറ്റുപുഴ.